ഹലോ, വണക്കം പ്രിയ പ്രേക്ഷകരെ. ആനക്കലിയിൽ കേരളം വിറപൂണ്ട ദിവസമാണ്. എറണാകുളം അങ്കമാലി കിടങ്ങൂരിലും തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലുമാണ് ആനകൾ ഇടഞ്ഞ് 2 ജീവനുകൾ എടുത്തത്. സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയ ഡിജോ കാപ്പന്റെ വേർപാടും ഇന്നായിരുന്നു. അതിനിടെ സംസ്ഥാനത്ത് കടുത്ത ചൂടിന് ആശ്വാസമേകി വേനൽ മഴ കനക്കുന്നു. മഴ ശക്തി പ്രാപിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഈ വാർത്തകൾക്കിടെ തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്ത് ഇന്ന് ആനക്കലിയിൽ പൊലിഞ്ഞത് 2 ജീവനുകൾ. ആനയുടെ ചവിട്ടേറ്റ് അങ്കമാലി കിടങ്ങൂരിൽ ലോറി ഡ്രൈവർ വിഷ്ണുവും തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ 2ാം പാപ്പാനും കൊല്ലപ്പെട്ടു. കൊടും ചൂടിൽ മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും അസ്വസ്ഥരാണ്. ചൂടുകാലത്ത് ആന പരിപാലനത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം. മുന്നൊരുക്കങ്ങളില്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. കാണാം കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അടങ്ങാത്ത ആനക്കലി. മൂന്നര മണിക്കൂർ കിടങ്ങൂരെന്ന ഗ്രാമത്തെ മുൾമുനയിൽ നിർത്തി കൊല്ലം പാർത്ഥസാരഥി എന്ന ആന. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരാൾ ഗുരുതര പരിക്കോടെ ആശുപത്രിയിലാണ്. വാഹനങ്ങൾ ഛന്നഭിന്നമാക്കി. എന്തുകൊണ്ടാണ് ചൂട് സമയത്ത് ആനകൾ ഇങ്ങനെ പെരുമാറുന്നത്? മറ്റൊരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുപോകുന്നതിനിടയിലാണ് മയ്യനാട് പാർത്ഥസാരഥിയെ തൊഴിയിക്കുന്നതിനായി കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചത്. നിമിഷങ്ങൾക്കകം ആന വിരണ്ടോടി. ആദ്യം ലോറി ഡ്രൈവറെ ചവിട്ടിക്കുന്നു. പിന്നാലെ 2ാം പാപ്പാനെ നിലത്തടിച്ചു. ഒരാളെ കൊന്നിട്ടും തീർന്നില്ല ആനക്കലി. തൊട്ടടുത്തുണ്ടായിരുന്ന കാറ് പാർത്ഥസാരഥി ചവിട്ടി പപ്പടമാക്കി. കിടങ്ങൂരിന് പിന്നാലെ തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലും ആന പാപ്പാനെ ചവിട്ടിക്കുന്നു. 2ാം പാപ്പാൻ പാലക്കാട് സ്വദേശി ശ്രീകുട്ടനാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പരിക്കേറ്റ 1ാം പാപ്പാൻ അമല് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടും വേനൽക്കാലത്ത് നാട്ടാനകൾ നേരിടുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. നാട്ടാന പരിപാലന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ആനകൾ ഇടയുന്നത് തുടർക്കഥയായി മാറും. ചൂടുകാലത്ത് നാട്ടാന പരിപാലനത്തിലുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെ: എഴുന്നള്ളിപ്പ് രാവിലെ 9 മുൻപ്, വൈകിട്ട് 5 ശേഷം മാത്രം. 11 മണി മുതൽ 3:30 വരെയുള്ള സമയത്ത് എഴുന്നള്ളിപ്പും യാത്രയും പാടില്ല. ഹീറ്റ് സ്ട്രോക്ക് ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ആനയെ തണലിലേക്ക് മാറ്റുക. തല, ചെവി, അടിവയർ എന്നിവിടെ നിരന്തരം വെള്ളമൊഴിക്കുക. നനച്ച ചാക്ക് ഇട്ട് മാത്രം ആനയെ നിർത്തുക. വെറ്റിനറി ഡോക്ടറെ ഉടൻ വിവരമറിയിക്കുക. ഇതെല്ലാമാണ് പ്രധാനമായി സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ. ഒപ്പം വെറ്റിനറി വിഭാഗത്തിൻ്റെയും വനവകുപ്പിൻ്റെയും പരിശോധനയും നിർബന്ധമാണ്. ആനപ്രേമം കാരണം നാട്ടാന പരിപാലന നിർദ്ദേശങ്ങളൊന്നും ചിലപ്പോൾ കൃത്യമായി പാലിക്കപ്പെടാറില്ല. ഒരോളത്തിന് അതങ്ങ് വിട്ടുകൊടുക്കും. ഉദ്യോഗസ്ഥരും ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അതിന് കണ്ണടക്കും. അത് ആ ആനയോടും ആ നാടിനോടുമൊക്കെ ചെയ്യുന്ന അങ്ങേയറ്റത്തെ അനീതിയാണ്. കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ്, 24. മനുഷ്യരെ പോലെ തന്നെ കനത്ത ചൂട് ആനകൾക്കും സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ആനകളിൽ നിർജ്ജലീകരണം, തളർച്ച, അക്രമാസക്തമായ പെരുമാറ്റം തുടങ്ങിയവ ഈ ചൂട് കൂടുമ്പോൾ കാരണം ആകാറുണ്ട്. ഇപ്പോൾ തന്നെ 2 ജീവനുകളാണ് ആന 2 വ്യത്യസ്ത സ്ഥലങ്ങളിലായി ആനകൾ എടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശം അത് കർശനമായി പാലിക്കാൻ ഈ ആന പരിപാലനവുമായി ബന്ധപ്പെട്ടവർക്കും ബാധ്യതകളുണ്ട്. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഷീജ MK പറയുന്നു, സങ്കടകരമായ വാർത്തയായിരുന്നു അത്. വെയിലിൻ്റെ ചൂടായിട്ടാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന്. ബഷീർ പറയുന്നു, 2 കുടുംബം അനാഥമായി. ആ കുടുംബങ്ങൾക്ക് പോയി, അല്ലാതെ ആനപ്രേമികൾക്ക് എന്തുപോയി എന്ന ചോദ്യമാണുള്ളത്.
മിനി ബാബു പറയുന്നുണ്ട് ആനച്ചന്തം എന്നൊക്കെ പറയാം, പക്ഷേ ഇടഞ്ഞാൽ അറിയാം അതിൻ്റെ ചന്തം മാറുന്നത്. രവികുമാർ PB പറയുന്നു ആനയെ പരിപാലിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെടട്ടെ എന്ന്. റീന സതീശൻ പറയുന്നു ഈ ചൂട് മനുഷ്യർക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ആനയുടെ കാര്യം പറയണോ എന്ന്. അങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. കാസർഗോഡ് കാറടുക്ക നാർളത്ത് ബോക്സൈറ്റ് ഖനനത്തിന് അനുമതിയായതോടെ ടെൻഡർ നടപടികളിലേക്ക് കടന്ന് സർക്കാർ. കാറടുക്ക സംരക്ഷിത വനമേഖലയിലെ 74.17 ഹെക്ടർ വനഭൂമി ഉൾപ്പെടെ 82.16 ഹെക്ടറിലാണ് ഖനനം നടത്തുക. സർവേ നടപടികൾ പൂർത്തിയായി അതിരടയാളം രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടന്നതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ്. സ്ഥലം അടയാളപ്പെടുത്തിയതിന് മീറ്ററുകൾക്കപ്പുറം ആൾതാമസമുള്ള വീടുകളും ഉന്നതികളുമുണ്ട്. കൂടാതെ ഒരു വാർഡിനെ രണ്ടായി മുറിക്കപ്പെടുന്ന സ്ഥിതിയും ഉണ്ടാകും. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുഴിച്ചെടുക്കുമോ ജീവിതവും. ബോക്സൈറ്റും അലുമിനിയം ലാറ്ററൈറ്റും ഖനനം ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി പ്രദേശമാണിത്. അതിനുള്ള ടെൻഡർ നടപടികളും അന്തിമഘട്ടത്തിലാണ്. വനഭൂമിയിൽ മാത്രമാണ് ഖനനം എന്ന് പറയുമ്പോഴും അതിൻ്റെ അതിരടയാളങ്ങൾ വന്നിരിക്കുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയ്ക്ക് സമീപമാണ്. എന്നാൽ പദ്ധതി എന്തെന്നോ എങ്ങനെയെന്നോ സംബന്ധിച്ച് ഇവിടുത്തുകാർക്ക് യാതൊരു അറിവുമില്ല. അതിനാൽ ജനങ്ങൾ ഏറെ ആശങ്കയിലുമാണ്. ഒറ്റനോട്ടത്തിൽ നിറയെ കരിമ്പാറകളാണെന്ന് തോന്നിപ്പിക്കുന്ന പ്രദേശമാണെങ്കിലും കാസർഗോഡ് കാറടുക്കയിലെ നാർളം കല്ലളിക്കാൽ വനപ്രദേശം നാടിന്റെ ജലസംഭരണിയാണ്. ഫെബ്രുവരി വരെ ജലം കെട്ടിക്കിടക്കുന്ന 4ഓളം പള്ളങ്ങളുള്ള പ്രദേശം. അവിടെയാണ് 365 കോടി രൂപ മൂല്യമുള്ള 4.88 ദശലക്ഷം ടൺ സിമന്റ് ഗ്രേഡ് ബോക്സൈറ്റും അലുമിനിയം ലാറ്ററൈറ്റിന്റെയും നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായി പ്രധാന ധാതുക്കൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഖനനം ചെയ്യുന്നതിനുള്ള ലേല നടപടികൾ ആരംഭിച്ചപ്പോൾ ആദ്യം ഖനനം ചെയ്തെടുക്കുക കാസർഗോഡ് കാറടുക്കയിൽ നാർളം ബ്ലോക്കിലെ ബോക്സൈറ്റും അലുമിനിയം ലാറ്ററൈറ്റുമായിരിക്കുമെന്ന് ഉറപ്പായി. 2018 മുതൽ ആരംഭിച്ച സർവേ നടപടികളുടെ തുടർച്ചയായി അതിരടയാളങ്ങൾ സ്ഥാപിച്ചു. നേരത്തെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ പലതവണയായി എത്തുമ്പോഴും എന്താണ് നടത്തുന്നത് എന്നതിൽ നാട്ടുകാർക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഖനനത്തിലുള്ള നടപടികൾ മുന്നോട്ടു പോകുന്നു എന്ന വാർത്തകളിലൂടെയാണ് ഇവിടുത്തുകാർ കാര്യങ്ങൾ അറിയുന്നത്. പ്രദേശവാസികളോട് ഒരു തരത്തിലും ആശയവിനിമയം നടത്താതെയായിരുന്നു നടപടിക്രമങ്ങളെല്ലാം. 80 ഹെക്ടറോളം ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ മനുഷ്യനെ വളരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലേക്കാണ് ഈ ബോക്സൈറ്റ് ഖനനം പോകുന്നതെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ജനവാസ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും ഉന്നതി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പെടുകയാണ്. ഒരു വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ വാർഡ്. ഈ നാടിലെ ഇപ്പോൾ ബോക്സൈറ്റ് ഖനനം നടന്നു കഴിഞ്ഞാൽ ഇതിനകത്തെ വെള്ളത്തിൻ്റെ സ്രോതസ് ഉൾപ്പെടെ നിലക്കും. താഴെത്തട്ടിൽ നിൽക്കുന്ന കൊട്ടംകുഴി ഉൾപ്പെടെയുള്ളവർക്കുള്ള വെള്ളം ഇതിൽ ഒഴുകിപ്പോയി താഴോട്ട് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലേക്കുള്ള വെള്ളം ഉൾപ്പെടെ ഉപയോഗിക്കും. അതിനപ്പുറത്തേക്ക് ഈ ഖനനവും സംസ്കരണവും ഇവിടെ നടന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. വാണിജ്യാടിസ്ഥാനത്തിൽ ഖനനം ചെയ്യാനുള്ള അളവിൽ ധാതുക്കളുടെ സാന്നിധ്യം ജില്ലയിൽ ഒന്നിലധികം ബ്ലോക്കുകളിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളും കാറടുക്ക വനമേഖലയിലായതിനാലാണ് നാർളം ബ്ലോക്ക് ആദ്യം ലേലം ചെയ്യാനുള്ള തീരുമാനമുണ്ടായത്. G2 നിലവാരത്തിലുള്ള പര്യവേക്ഷണം പൂർത്തിയായ ഇവിടെ ശരാശരി 6.31 മീറ്റർ ഖനത്തിലാണ് ധാതു സാന്നിധ്യമുള്ളത്. ഖനനം വന്നാൽ തങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് പ്രായമായവർ ഉൾപ്പെടെ ചോദിക്കുന്നു. ജീവിക്കാൻ പറ്റില്ല, വയസ്സം പ്രായമായിപ്പോയി, വീണ്ടെടുത്തായി പോയി പൊടി പാറിയാൽ ബതിക്കാൻ പറ്റില്ല. 2 കുഞ്ഞുങ്ങളും ഉണ്ട്. പിന്നെ മോൻ വരുമ്പോൾ രാത്രിയാകും. ഈ കൂറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാട്ടും പണിയെന്ന് കല്ല് കൊത്തുമ്പോൾ തന്നെ കൂറ്റിക്കുമ്പോൾ നെട്ടും പിണ്ടും പാന്ന് നെഞ്ഞിന്ന് ഇത് പിന്നെ കൂറ്റിയിട്ടാകുമ്പോൾ ബതിക്കാൻ പറ്റുമോ? ബതിക്കണമെന്നില്ല ആശയില്ല, എന്നാലും 2 കൊല്ലം ബതിക്കാന്ന് മനസ്സ്. നാർളം ബ്ലോക്കിന് താഴ്ഭാഗത്തായി കൊട്ടംകുഴിയിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത വനമേഖലയിലെ പാത ഉൾപ്പെടെ കീറിമുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഖനനത്തിനുള്ള അതിരുകൾ സ്ഥാപിച്ചത്. വഴി നടക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയും ഇവിടുത്തുകാർക്കുണ്ട്. 100 മീറ്റർ അകലെയാണ് വേണ്ടതെന്ന് ഫോറസ്റ്റിലാണ് നടക്കുന്നത്. എന്നാലും അതിന് തൊട്ടെല്ലാം വീടുകളാണുള്ളത്. ഏകദേശം നമ്മളെ 13 മൈൽ തൊട്ട് കല്ലണിക്കാൽ കൊട്ടംകുഴി അതുപോലെ പാണൂർ എല്ലാ മേഖലയും ബാധിക്കുന്നുണ്ട്. ജനങ്ങളാകെ ആശങ്കയിലാണ്. നേരത്തെ കാസർഗോഡ് കടലാടിപ്പാറയിൽ ബോക്സൈറ്റ് ഖനനത്തിന് നീക്കം നടത്തിയപ്പോൾ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ചെറുത്തിരുന്നു. സമാന രീതിയിൽ ഇവിടെയും ജനകീയ സമരസമിതി രൂപവത്കരിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഒരു വ്യാവസായിക പദ്ധതി വരുമ്പോൾ ആ പദ്ധതി പ്രദേശം സംബന്ധിച്ച് കൃത്യമായ പാരിസ്ഥിതിക പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇവിടെ അതുണ്ടായിട്ടില്ലെന്ന് ഈ നാട്ടുകാർ പറയുന്നു. കുടിവെള്ള സ്രോതസ്സുകൾ ഇല്ലാതാകുമോ എന്നും കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമോ എന്നും ആശങ്കപ്പെടുന്നവരും ഏറെയാണ്. ജനങ്ങളുടെ ഈ ആശങ്ക പരിഹരിക്കാനാണ് അധികൃതർ ശ്രമിക്കേണ്ടത്. കാറടുക്കയിൽ നിന്നും ക്യാമറമാൻ വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24. പൊതുജനം കഴുതയല്ല സാർ.
നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. റസാഖ് അബ്ദുൾ റസാഖ് പറയുന്നു, സർക്കാർ വരുമാനം കിട്ടണമെങ്കിൽ ഇതുപോലെ ഖനനങ്ങളെല്ലാം നടത്തണം, അതിൽ നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. സദാശിവൻ പിള്ള പറയുന്നു, നോ ലിവിങ് സ്പേസ് ഫോർ ഹ്യൂമൻസ് എന്ന്. സൈദലവി കെ പി പറയുന്നുണ്ട്, അവിടെയുമുണ്ടോ മഞ്ഞക്കുറ്റി എന്ന കാര്യം. അതുപോലെ നിരവധി പ്രേക്ഷകർ. മോഹനൻ പിലാത്തറ പറയുന്നു, ഖനനം നടത്തുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണ്ടേ? ജനവാസ മേഖലകളിൽ ഇത് ശാശ്വതമോ? ഒന്നുകിൽ ആ പ്രദേശത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം. ഒഴിച്ചുകൂടാൻ പറ്റാത്ത പദ്ധതിയാണെങ്കിൽ ആലോചിച്ച് പരിഹാരം കാണണം എന്ന് പറയുന്നുണ്ട്. ആ നിലയിൽ നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രകൃതിയുടെ വരദാനമാണ് ഇത്തരം ധാതുക്കൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഗൾഫ് നാടുകൾക്ക് അവിടെ എണ്ണ ഖനനം നടത്തുന്നത് പോലെ അനുവദിക്കണമെന്നൊക്കെയുള്ള അഭിപ്രായം, ഇത്തരം ധാതു ഖനനങ്ങളൊക്കെ അനുവദിക്കണമെന്ന അഭിപ്രായം ചിലരൊക്കെ ഉയർത്താറുണ്ട്. പക്ഷേ നാട്ടിലും പല സ്ഥലങ്ങളിലും മനുഷ്യജീവനുകളുണ്ട്, അവിടെ ജലാശയങ്ങളുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം ഓർമ്മ വയ്ക്കേണ്ടതുണ്ട്. ഈ ഖനനത്തിന് എതിര് എന്ന് നമുക്ക് പറയാനാവില്ല എതിർവാദങ്ങളെ. പക്ഷേ അത് വേണ്ട വിധത്തിലുള്ള പരിസ്ഥിതി ആഘാത പഠനം നടത്തിക്കൊണ്ടായിരിക്കണം ഇത്തരം പദ്ധതികൾക്ക് അനുമതി നൽകേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അധികം തിരക്കുള്ള ബസ് സ്റ്റോപ്പാണ് പേരൂർക്കട ബസ് സ്റ്റോപ്പ്. ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിലേക്ക് പോകുന്നവർ പ്രധാനമായി ആശ്രയിക്കുന്നതും ഈ ബസ് സ്റ്റോപ്പാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കാട്ടുവള്ളികൾ കയറി കാട് മൂടി നശിച്ച് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ ബസ് സ്റ്റോപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട് കയറിയ കാത്തിരിപ്പ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നവീന മാതൃകയിൽ നിർമ്മിച്ച നിലവിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിനെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അധികം തിരക്കുള്ള പേരൂർക്കട ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ മേൽക്കൂര പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്നത് കാട്ടുവള്ളികൾ ഉപയോഗിച്ചാണ്. കെ മുരളീധരൻ വർഷങ്ങൾക്ക് മുൻപ് MLA ആയിരുന്ന സമയത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് പേരൂർക്കട ജംഗ്ഷനിലെ ഈ ബസ് സ്റ്റോപ്പ്. പക്ഷേ പിന്നീടുള്ള 10 വർഷ കാലയളവിൽ ബസ് സ്റ്റോപ്പിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഒരു മഴയത്ത് കാറ്റത്തും ആ ബസ് സ്റ്റോപ്പിൽ മൂടി ഉണ്ടായിരുന്നത് കാറ്റടിച്ച് പറന്നുപോയി. കാട് മൂടി കിടക്കുന്ന 10 വർഷമായി. ഈ മഴയത്ത് കൊച്ചുങ്ങളെ കൊണ്ടുവന്ന ഓട്ടം പിടിച്ചാണ് ആളുകൾ ഓടുന്നത്. ഈ വെയിലത്തും ചൂടത്തും ആളുകൾ എന്ത് ചെയ്യും? മഴയായാലും വെയിലായാലും പൊതുജനങ്ങൾക്ക് ഈ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല. മേൽക്കൂരയിലെ ഷീറ്റുകൾ പൂർണ്ണമായി നശിച്ചുപോയി. അതിനു പകരം കാട്ടുവള്ളികൾ മേൽക്കൂരയായി. സന്ധ്യ മയങ്ങിയാൽ മദ്യപാനികൾക്ക് താവളമാണ് ഈ ബസ് സ്റ്റോപ്പ്. നാട്ടുകാർ ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗശൂന്യമാക്കിയാണ് പെട്ടിരിക്കുന്നത്. സാധനങ്ങൾ ഇളക്കിക്കൊണ്ട് കച്ചവടം ചെയ്ത് ഇവിടെ അടുത്ത് ഇത് ബിവറേജ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് സാധനം ഇളക്കിക്കൊണ്ട് പോകുന്നു, വിൽക്കുന്നു, സാധനം വാങ്ങിച്ച് വീട്ടിൽ പോകുന്നു. അറ്റകുറ്റപ്പണിക്കുള്ള സമയം കൊടുത്തില്ലല്ലോ. ഇത് വെച്ചു കുറേ കഴിഞ്ഞ് സാധനങ്ങൾ ഓരോന്നായിട്ട് പോയി തുടങ്ങി. നാട്ടുകാർ വന്നാൽ മഴയത്ത് കയറി നിൽക്കാനുള്ള സൗകര്യമില്ല, വെയിൽ വന്നാലും കയറി നിൽക്കാൻ ഒരു സൗകര്യമില്ല. വർഷങ്ങൾക്ക് മുൻപ് പുറമ്പോക്ക് ഭൂമിയിൽ ഇവിടെ താമസമുണ്ടായിരുന്ന 50ഓളം കുടുംബങ്ങളെ ഒഴിപ്പിച്ച ശേഷമാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. പക്ഷേ ആ നിർമ്മിതി ഇന്ന് നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ആയിരക്കണക്കിന് ബസ് സ്റ്റോപ്പുകളുണ്ട്. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇതിനുള്ള കാരണം. സാധാരണക്കാരുടെ നികുതി പണമാണ് ഇങ്ങനെ പാഴായി പോകുന്നത്. സന്തോഷ് ചേകവർക്കൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. രഘുനന്ദൻ പറയുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും പരിപാലനമില്ലാതെ നശിക്കുന്നു എന്നാണ് രഘുനന്ദൻ തിരുമുല്ലവാരം പറയുന്നത്. ഏതായാലും ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ദുരവസ്ഥ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ആ നാട്ടിൽ പേരൂർക്കടയിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ എന്ന് മറ്റിടങ്ങളിലെ ജനങ്ങൾ ചോദിച്ചു പോകും. അവിടെ പ്രതികരണശേഷിയുള്ള ആൾക്കാരില്ലേ എന്ന് മറ്റുള്ളവർ ചോദിച്ചു പോകുന്ന നിലയിലാണ്. ഇപ്പോൾ ചൂടുകാലമാണ്. ആ ബസ് സ്റ്റോപ്പിൽ കയറുന്നവർ പാമ്പുകടി ഏൽക്കാതെ രക്ഷപ്പെട്ടാൽ നല്ലത്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് ദേശീയപാത 66ന്റെ നവീകരണം അനന്തമായി നീളുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരി പാതയാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അനന്തമായി നീളുന്നത്. പലതവണ പൂർത്തീകരണ തീയതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊക്കെ പാഴ്വാക്കായി മാറി. തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്ന് തീരും ഈ പണി? ചില റീച്ചുകളിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നത്. ചിലയിടത്ത്
പ്രവൃത്തി മുടങ്ങിക്കിടക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പ്രധാന കാരണം കരാർ കമ്പനിയുടെ പിടിപ്പുകേടും ഹൈവേ അതോറിറ്റിയുടെ കാര്യക്ഷമതയില്ലായ്മയുമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കാസർകോട്ടെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ മുക്കോല വരെ 643 കിലോമീറ്റർ ദേശീയപാത നവീകരണം 2022 ആരംഭിച്ചത്. 45 മീറ്റർ വീതിയിൽ 6 വരിയാക്കുന്നതാണ് നവീകരണ പ്രവർത്തനം. 2025 ഡിസംബർ 31 നവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കുമെന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പ്. എന്നാൽ പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. തുടർന്ന് 2026 മാർച്ച് 31 പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും മെയ് മാസം പിറന്ന മന്ദഗതിയിലാണ്. ഇങ്ങനെ പോയാൽ ദേശീയപാത 66 അടുത്ത വർഷമേ പൂർത്തിയാവുകയുള്ളൂ. എഞ്ചിനീയറിംഗിലെ പാകപ്പഴയും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നവീകരണത്തിന് കാലതാമസമുണ്ടാക്കുന്നത്. കൊല്ലം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിർമ്മാണത്തിലെ അപാകത മൂലം സുരക്ഷാ ഭിത്തിയും പാലങ്ങളും തകർന്ന സംഭവങ്ങളുണ്ടായിരുന്നു. പാതയിൽ വിള്ളലും സർവീസ് റോഡുകളിലെ പ്രശ്നങ്ങളും സുഗമമായ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പണികൾ ഇങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിനിടയിൽ ചെയ്ത പണികളൊക്കെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ, അതായത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗമൊക്കെ അത് പൊട്ടിപ്പൊളിഞ്ഞ് നീലൊക്കെ നല്ല മഴ പെയ്യുമ്പോഴത്തേക്കും അങ്ങനെ പൊളിഞ്ഞ് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ചെയ്ത അത് അവർ ചെയ്ത റോഡിൻ്റെ പണി ചെയ്തതിൻ്റെ ഭാഗത്തായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ചെയ്യാനുണ്ട്. ചെയ്ത് തീർത്താൽ തന്നെ ഇവർക്ക് നമുക്ക് ഈ ട്രാവലിംഗ് ചെയ്യുന്നവർക്ക് കുറച്ച് നല്ല എളുപ്പമായിരിക്കും. തുടർച്ചയായി നവീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയ കരാറു കമ്പനികളെ മാറ്റിയിരുന്നു. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. നിർമ്മാണത്തിൽ അപാകതയുണ്ടോ എന്നറിയാൻ ഒരു മഴക്കാലം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 മഴക്കാലങ്ങളിലും വലിയ തോതിൽ മണ്ണിടിച്ചിലും റോഡിൽ തകർച്ചയും പാലങ്ങൾ തകർന്നു വീഴുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടായതാണ്. ഇത്തവണ റോഡ് നിർമ്മാണം നീണ്ടുപോവുകയാണ്. എപ്പോൾ പൂർത്തിയാവുമെന്ന് പറയാൻ ഹൈവേ അതോറിറ്റിക്ക് പോലും കഴിയുന്നുമില്ല. എസ് വിനേഷ് കുമാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി കാരംവേലിയിലെ 50ഓളം കുടുംബങ്ങൾക്ക് കൊടും വേനലിൽ കുടിവെള്ളം കിട്ടാക്കനിയാണ്. ജലജീവൻ പദ്ധതിയുടെ കുടിവെള്ള പൈപ്പ് കണക്ഷൻ സമീപത്തുകൂടി പോകുന്നുണ്ടെങ്കിലും വെള്ളം മാത്രമില്ല. കുടിവെള്ള പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരത്തിന് വീടുകൾക്ക് സമീപം ഒരു വാട്ടർ ടാങ്ക് പണിയണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം. കാണാം, പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തുള്ളി കുടിക്കാനില്ല. വെയിലായാലും മഴയായാലും വെള്ളത്തിന് വേണ്ടി ഒരുപോലെ ബുദ്ധിമുട്ടുന്ന ഏകദേശം 50ലധികം കുടുംബങ്ങൾ പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി കാരംവേലിയിലുണ്ട്. ഏകദേശം 800 മുതൽ 1200 രൂപ വരെ കൊടുത്താണ് ഇവർ വെള്ളം വാങ്ങുന്നത്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളോട് പരാതി പറഞ്ഞ് വർഷങ്ങൾ കഴിയുന്നു. ഇതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതുമാത്രവുമല്ല, ജലജീവൻ പദ്ധതിയുടെ പൈപ്പൊക്കെ വഴി കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതിൽ വെള്ളം മാത്രമില്ല. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടക്കം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്ഥാനാർത്ഥികൾ ഇവിടങ്ങളിലെത്തി കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് ഉറപ്പു നൽകും. പക്ഷേ തിരഞ്ഞെടുപ്പുകൾ മാറി മാറി വരുന്നതല്ലാതെ 50ലധികം വരുന്ന കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. കുടിവെള്ളം കാശുകൊടുത്തു വാങ്ങി അളന്നുപയോഗിക്കേണ്ട ഗതികേടിലാണ് കാരംവേലിയിലെ കുടുംബങ്ങൾ. നേരിടുന്നത് വലിയ പ്രയാസമെന്ന് നാട്ടുകാർ. വേനൽക്കാലത്തല്ല, മഴയത്ത് ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം അടിക്കുന്നവരാണ്. വില കൊടുത്താണ് ഞങ്ങൾ വെള്ളം മേടിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് കംപ്ലൈൻറ്റുകളും പരാതികളും പറഞ്ഞാണ് കഴിഞ്ഞ ഭരണസമിതിക്ക് ഞങ്ങൾ ഒത്തിരി ഇതൊക്കെ പറഞ്ഞ്, കഴിഞ്ഞ മെമ്പർ ഞങ്ങളോട് പറഞ്ഞ് അവിടെ വസ്തു അവർ തരാം, കിണർ കുഴിച്ച് വെള്ളം ഇങ്ങോട്ട് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നടന്നില്ല. ഈ അടുത്ത പ്രദേശത്തൊന്നും അങ്ങനെ വെള്ളമില്ല. ഞങ്ങളങ്ങ് താഴെ കുഴിയിലൊക്കെ ചെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം. പക്ഷേ ഇപ്പോൾ പോകാനും കോരാനൊന്നും വയ്യാത്തതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കുക. നമുക്കൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നിവർത്തിയില്ല. എന്നാലും വെള്ളമായതുകൊണ്ട് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. കഴിഞ്ഞ കുറെ കാലമായി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് കണക്ഷൻ വീടുകൾക്ക് സമീപമുണ്ട്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പൈപ്പിലൂടെ വെള്ളം എത്തുന്നില്ല. ലക്ഷങ്ങൾ മുടക്കി കുറച്ചുനാൾ മുമ്പ് വീടുകൾക്ക് സമീപം ബൂസ്റ്റർ പമ്പ് വെച്ചെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞാൻ ഇവിടെ പഞ്ചായത്തിന് ഒരു 7 വർഷം മുമ്പ് 2 സെന്റ് സ്ഥലം കൊടുത്ത് ടാങ്ക് കെട്ടി വെള്ളം തരാമെന്ന്. ഇതുവരെ അവിടെ ടാങ്ക് കെട്ടി ഒരു 7 ലക്ഷം രൂപ കൊടുത്ത് താഴെ കൊണ്ടുവന്ന് ഒരു കോഴിക്കോട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു മോട്ടറും പിടിപ്പിച്ചു. വെള്ളവുമില്ല, ഇവിടെ ആർക്കും വെള്ളവുമില്ല.
അതെന്തോ 7 ലക്ഷം രൂപ മുടക്കിയെന്നും അറിയത്തില്ല. 2 സെൻറ്റിൻ്റെ സ്ഥലം കൊടുത്തത് അതുപോലെ അവിടെ കിടപ്പുണ്ട്. അത് ഞങ്ങൾക്ക് വെള്ളവുമില്ല. ഇവിടെ ഒരു 10 വീട് 10-12 വീട് മേപ്പോട്ടുണ്ട്. മേളിലോട്ട് ആർക്കും വെള്ളമില്ല. ഞങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക ഡെയിലി വെള്ളം 800 രൂപ തോളം. ഇപ്പോൾ 1000 രൂപ മേടിച്ച് കഴിഞ്ഞ ദിവസം ആരൗണ്ട് കൊണ്ട് അവിടെ വെള്ളം കൊണ്ടുപോയിച്ചതിന്. ആ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. വെങ്കലൂരിപ്പിനാന്നും പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം. ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. അവിടെ പൈപ്പ് ഉണ്ടാക്കി അവർ വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് മുരിപ്പിനോട് വെച്ചിട്ടുണ്ട്. ഇവിടെ പൈപ്പെല്ലാം കൂടെ വെച്ചിട്ട് ഒരു തുള്ളി വെള്ളമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ഞങ്ങൾ 800 രൂപ, ഇപ്പോൾ 800 ചില്ലുവാനും രൂപ. വെള്ളത്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം. എത്രയോ വർഷം കൊണ്ട് വേങ്ങൂരിപ്പിന് വെള്ളം വരുത്തുക. എല്ലാവരും വന്നു പോകും, വെള്ളം തരാമെന്ന് പറയും, പിന്നെ ഒന്നിനെയും കാണുന്നില്ല, വെള്ളവും ഇല്ല. ഞങ്ങൾ എവിടുന്ന് തോട്ടിലുണ്ടോ കനാലിലുണ്ടോ? ഞങ്ങൾ എങ്ങനെ തുണി നനച്ച് കുളിക്കും? എന്തോ ബുദ്ധിമുട്ട്. എന്നും നമുക്ക് തന്നെ പൈസ എല്ലാം കിടക്കുന്നു. നമുക്ക് വെള്ളം കാശ് കൊടുത്ത് എന്നും അടിക്കാൻ. അൻപതിലധികം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശം ഉയർന്ന മേഖലയായതിനാൽ പൈപ്പിലൂടെ വെള്ളമെത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ വീടുകൾക്ക് സമീപത്തായി ഒരു വാട്ടർ ടാങ്ക് പണിത് കുടിവെള്ളം എത്തിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പം നിലവിൽ മല്ലപ്പുഴശ്ശേരി കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ സാധനം ടാങ്ക് സ്ഥിതി ചെയ്യുന്നതിനെക്കാട്ടിൽ നിലവിൽ ഇത് ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ ടാങ്കിലെ വെള്ളം ഇവിടെ കിട്ടാത്തത്. അതിന് കഴിഞ്ഞ ഭരണസമിതി സമയത്ത് 7,20,000 രൂപ ചിലവാക്കി നമ്മൾ താഴെ ഒരു ബൂസ്റ്റർ പമ്പ് ഫിറ്റ് ചെയ്തായിരുന്നു. 2 മണിക്കൂർ അടിക്കുമ്പോൾ ഇവർക്ക് വെള്ളം കിട്ടുന്നു. പക്ഷേ എങ്കിൽ അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇതുപോലെ വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുവാൻ ഈ പഞ്ചായത്തിന് നിലവിൽ സാധിക്കത്തില്ല. അപ്പം ഇത് വാട്ടർ അതോറിറ്റിയെ അവരിത് മുൻകൈയെടുത്ത് ഇതൊരു വാട്ടർ ടാങ്ക് ഈ മുരിപ്പിൻ്റെ മണ്ടയ്ക്ക് പണിയുകയും മറ്റുള്ളവർക്ക് ഈ താഴെ ഉള്ളവർക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റിയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നുകൂടി നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വെള്ളമില്ലാത്ത ഒരു ദിനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരമ്പേരിയിലെ കുടിവെള്ള പ്രശ്നം അങ്ങേയറ്റം ഗൗരവതരമാണ്. അത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. സുധീഷ് അമ്മൻ പറയുന്നു, ജനസേവകരൊക്കെ ഇതൊന്നും കാണുന്നില്ലേ? ഇത് തന്നെയാണ് പൊതുജനം കഴുതയല്ല സാറിനും ചോദിക്കാനുള്ളത്. നാട്ടിലെ ജനസേവകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒന്നും ഇതൊന്നും കാണുന്നില്ലേ? കുറേ ആളുകൾക്ക്, ഒരു പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ജലം ജീവനാണ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെയുള്ള ആ ജലം കിട്ടാതെ വളരെ കഷ്ടപ്പെടുന്ന ഈ മനുഷ്യരുടെ പ്രശ്നത്തിനൊരു പരിഹാരം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും അവിടുത്തെ ജനപ്രതിനിധികളുമൊക്കെ അക്കാര്യത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അവർക്ക് അടിയന്തരമായി കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുകയും വേണം. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളുമൊക്കെ പങ്കുവയ്ക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.